മുന്നണി മാറ്റ ചർച്ചകളെ തുടർന്ന് ജോസ് കെ മാണി രൂക്ഷ വിമർശനം ഉയർത്തിയതോടെ കടുത്ത അതൃപ്തിയിൽ പി ജെ ജോസഫ്. കണക്കുകളെ വളച്ചൊടിച്ച് ചിത്രീകരിക്കാനാണ് ജോസ് കെ മാണി ശ്രമിക്കുന്നതെന്നാണ് പി ജെ ജോസഫ് വിഭാഗത്തിന്റെ അഭിപ്രായം. ഇനിയും ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്ന നിലപാട് ആവർത്തിക്കരുതെന്ന് പി ജെ ജോസഫ് UDF നേതൃത്വത്തോട് ആവശ്യപ്പെടും. മുന്നണി വിപുലീകരണത്തെ എതിർക്കുന്നത് പ്രായോഗികത കൂടി പരിഗണിച്ചാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനങ്ങൾക്കും കേരള കോൺഗ്രസ് എതിർപ്പല്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു വിഭാഗം ഇവിടെ ഇല്ലാതെ തന്നെ അവരുടെ ശക്തി കേന്ദ്രമെന്ന് അവർ തന്നെ പറയുന്ന കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുള്ളത്. ഒന്ന് കടുത്തുരുത്തി, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് 9,000 വോട്ടിന് മുകളിലാണ് ഭൂരിപക്ഷം. കുറവലങ്ങാട്, അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ജോസ് മുണ്ടയ്ക്കൻ, ജയിച്ചത് ഏതാണ്ട് 5,000 വോട്ടിന് അടുപ്പിച്ച്. ആ ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അസംബ്ലി എടുത്ത് നോക്കുവാണെങ്കിൽ ഏതാണ്ട് 15,000 വോട്ടോളം അല്ലെങ്കിൽ 14,000 വോട്ടോളം ഭൂരിപക്ഷമാണ്. അതുപോലെ നമ്മൾ ഏത് നിയമമണ്ഡലം എടുത്തു, പാലയെടുത്തു, ഇടുക്കി നിയോജകമണ്ഡലം എന്ന് പറയുന്നത് അവരുടെ മന്ത്രിയുടെ നിയോജകമണ്ഡലമാണ്. ഇവിടെയൊക്കെ ഇവരില്ലാതെ തന്നെ തിരിച്ചു പിടിച്ചെടുത്ത് കഴിയുമ്പം ഈ മുന്നണിയിൽ എന്തൊരു സൗഹൃദ സ്വഭാവമുണ്ട്, സമാധാന സ്വഭാവമുണ്ട്. ഇതിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും സീറ്റ് ചർച്ചകളിൽ തന്നെ തർക്കം തോന്നും. പാല കിട്ടുമോ, കടുത്തുരുത്തി വിട്ടുകൊടുക്കുമോ, ചങ്ങനാശ്ശേരിയുടെ കാര്യം എടുക്കുക, റാന്നി സീറ്റിൻ്റെ കാര്യം എടുക്കുക, ഇടുക്കി സീറ്റിൻ്റെ കാര്യം എടുക്കുക, തൊടുപുഴ ഇവർ മത്സരിക്കുന്ന സീറ്റാണ്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇവർ വരുന്നത് തീർച്ചയായിട്ടും മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് മോൻസ് ജോസഫും പി ജെ ജോസഫൊക്കെ ഈ വ്യക്തമാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചർച്ച നടക്കുന്നതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ എന്തെങ്കിലും BD പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ UDF-ലാണ് അദ്ദേഹം ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ആ ക്വസ്റ്റ്യൻ്റെ പ്രസക്തി മുന്നണി വിപുലീകരണം ഇപ്പോൾ നിലവിൽ അജണ്ടയിലുള്ളതാണോ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിത്തറ വികസിപ്പിക്കുക, അടിത്തറ അത് മുന്നണിയിലുണ്ട്. അടിത്തറ വികസിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അതിലില്ല ഘടകൾ ജനകീയ അടിത്തറ അന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അതിന് മുന്നണി വികസിപ്പിക്കുന്നതിനെ കുറിച്ച് ലീഗ് ഉൾപ്പെടെ വിപുലീകരണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വരാനുള്ളവർക്ക് വരണം എന്നുള്ള അത് ജനങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി ചേരുന്നു. ആഷിഖ്, എന്താണ് അപ്പു ജോൺ ജോസഫും പി ജെ ജോസഫും പറയുന്നത്? ജിംസ, അതിൽ വ്യക്തമായ നിലപാട് തന്നെ പറഞ്ഞു വെക്കുകയാണ് പി ജെ ജോസഫും അപ്പു ജോൺ ജോസഫും എന്നുള്ളതാണ്. പി ജെ ജോസഫ് ഏറ്റവും വ്യക്തമായി തന്നെയും പറയുന്നുണ്ട്, മുന്നണി വിപുലീകരണം ഇപ്പോൾ നിലവിൽ മുന്നണിയുടെ അജണ്ടയിലില്ല. മുന്നണി വിപുലീകരണമല്ല വേണ്ടത്, ജനകീയ അടിത്തറയുടെ വികസനം ആണ് വേണ്ടത് എന്നുള്ള നിലയിലാണ്. കക്ഷികളെ വെറുതെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ജനങ്ങളെ, അണികളെ കക്ഷികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അജണ്ടയാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്ന നിലപാടാണ് പി ജെ ജോസഫ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളിലും അദ്ദേഹം പറഞ്ഞത്, കക്ഷി മാണി വിഭാഗം എന്ന നിലയിൽ നേതാക്കൾ വരേണ്ടതില്ല, എല്ലാത്തരം അഴിമതിക്കും കെടുകാര്യസ്ഥതകൾക്കും കൂട്ടുനിന്നതിന് ശേഷം ഈ അവസാന ഘട്ടത്തിൽ ഈ കക്ഷി എന്ന നിലയിൽ മാണി വിഭാഗം UDF-ലേക്ക് വരേണ്ടതില്ല, പക്ഷെ അവരുടെ അണികൾ വരട്ടെ, UDF-ലേക്ക് വരട്ടെ, പി ജെ ജോസഫ് വിഭാഗത്തിലേക്ക് വരട്ടെ എന്ന ആഹ്വാനത്തിന്റെ സ്വഭാവത്തിൽ കൂടിയാണ് പി ജെ ജോസഫ് സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും എന്ന് തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ മാറിയ രാഷ്ട്രീയ കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കൂടിയും അണികളുടെ ഒരു പിന്തുണ പി ജെ ജോസഫ് വിഭാഗത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പിളർപ്പുകൾക്കിടയിൽ രണ്ട് മുന്നണിയിലുമൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും കേരള കോൺഗ്രസിന് പ്രവർത്തകർക്കിടയിൽ തന്നെയും ഒരു ഐക്യത്തിന്റെ സ്വഭാവമുണ്ട്, അവർ തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തൻ പി ജെ ജോസഫ് തന്നെയാണ് എന്ന് തെളിഞ്ഞതോടുകൂടി മാണി വിഭാഗത്തിലെ അണികൾ കൂടി പി ജെ ജോസഫിന്റെ ഭാഗത്തേക്ക് വരികയും ആ നിലയിൽ UDF-ന്റെ ഒരു ജനകീയ അടിത്തറ വിപുലീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. ആ നിലയിൽ കാര്യങ്ങളെ പരിഗണിക്കണം, സമീപിക്കണം എന്നാണ് UDF നേതൃത്വത്തോട് പി ജെ ജോസഫ് ആവശ്യപ്പെടുന്നത്. കക്ഷികളെ കൊണ്ടുവരുന്നതിന് എതിരാണ്, നിലവിൽ മുന്നണി വികസിപ്പിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നും അദ്ദേഹം വ്യക്തമായി തന്നെയും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ആലോചനകളിൽ കടുത്ത അതൃപ്തിയും പി ജെ ജോസഫ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിഷയം UDF നേതൃത്വവുമായി സംസാരിക്കുമെന്ന് പി ജെ ജോസഫ് അറിയിക്കുന്നുണ്ട്. ഏതായാലും മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം ചർച്ചകൾക്കും അവസാനമിടുന്ന നിലയിൽ തന്നെയാണ് പി ജെ ജോസഫ് പ്രതികരണം നടക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗ്, കോൺഗ്രസ് നേതൃത്വം ആ നിലയിലല്ല, മാണി വിഭാഗത്തെ അടക്കം മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്ന പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് അങ്ങനെ ഉണ്ടായാൽ തന്നെയും UDF-നുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾക്ക്, അശാന്തിക്ക് കാരണമാകും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ആ നിലയിൽ തന്നെ ഇന്ന് രാവിലെ അപ്പു ജോൺ ജോസഫും പറയുന്നുണ്ട്, നിലവിൽ ശാന്തമാണ് UDF-നുള്ളിലെ കക്ഷി രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്നുള്ളതാണ്. സീറ്റ് വിഭജനത്തിൽ അടക്കം വലിയ പ്രതിസന്ധി മാണി വിഭാഗം മുന്നണിയിലേക്ക് വന്നാൽ അതുണ്ടാകും, അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും, UDF-നുള്ളിൽ കല്ലുകടി ഉണ്ടാക്കും. ആ നിലയിലേക്ക് ഒരു പ്രതിസന്ധി
കിംവദന്തിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോകേണ്ടതില്ല എന്ന നിലപാട് പി ജെ ജോസഫ് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുന്നണിയിലേക്ക് മാണി വിഭാഗം വന്നാൽ തന്നെയും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. നിലവിൽ ഇരു മുന്നണികളുമായി നിൽക്കുന്ന രണ്ട് കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന നിരവധി സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ ഉണ്ട്. അത് തൊടുപുഴ അടക്കമുള്ളയിടത്ത്, റാന്നി, തിരുവല്ല അടക്കമുള്ളയിടങ്ങളിൽ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതും ചില ഒത്തുതീർപ്പുകളിലേക്കൊക്കെ കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇനി ഒരു തിരിച്ചുവരവ് UDF-ലേക്ക് മാണി വിഭാഗത്തിന് ഉണ്ടെങ്കിൽ തന്നെ അത് പി ജെ ജോസഫുമായി രമ്യതയിലായതിനു ശേഷം മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അസാധ്യമെന്ന് തന്നെ പറയാം. യാതൊരു തരത്തിലുള്ള രമ്യതയുമില്ലെന്ന് മാത്രമല്ല, അവർ തമ്മിൽ വലിയ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ഇന്നലെ ജോസ് കെ മാണിയുടെ പ്രയോഗമൊക്കെ വലിയ തോതിൽ അസ്വസ്ഥത പി ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞത് പരിന്തിന് മുകളിലിരിക്കുന്ന കുരുവിയാണ് എന്നുള്ള പ്രയോഗമാണ്. പക്ഷെ അതിനോട് പ്രതികരിക്കാൻ പോലും പി ജെ ജോസഫ് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. പൂർണ്ണമായും അവഗണിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആജിം സാർ, ശരി ആഷ്.